എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. പെന്റക്കോസ്റ്റ് മിഷൻ എന്ന സംഘടനയ്ക്കുള്ളിലെ ഉപദേശ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അതിലെ ഓരോ വിഷയങ്ങളായിട്ടെടുത്ത് പഠിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ആദ്യമായി ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ചാണ്. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശ്വാസ ഭവനം തൊട്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. വിശ്വാസ ഭവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫെയ്ത്ത് ഹോം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് പറഞ്ഞ് ഫെയ്ത്തോം എന്ന നിലയിലേക്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ് വിശുദ്ധന്മാർ പാർക്കുന്ന ഇടം. ഏതായാലും നമുക്ക് അവിടെ മുതലാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് തുടങ്ങാനുള്ളത്. ക്രിസ്തു മാർഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ക്രിസ്തുവിലെ ആശ്രയം എന്നാണ് നമ്മൾ അതിനെ പൊതുവെ ഡിഫൈൻ ചെയ്യാറുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്നത് സ്വർഗത്തിലെത്തുന്നതോടുകൂടിയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3 കാര്യങ്ങളെ പ്രധാനമായി എടുത്തു പറയുന്നു: സ്നേഹം, വിശ്വാസം, പ്രത്യാശ. സ്വർഗരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ വിശ്വാസവും പ്രത്യാശയും ആവശ്യമില്ല, സ്നേഹം മാത്രമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ സ്നേഹം എത്തരത്തിൽ വളരണം എന്നതിനെ കുറിച്ച് പൗലോസ് ഒരുപാട് വാക്യങ്ങൾ തന്നെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം അത് ഒരു നാളും ഉതിർന്നു പോകാത്ത, നിത്യതയ്ക്കെത്തിയാൽ പോലും നിലനിൽക്കേണ്ടുന്ന ഒരു ഘടകമാണ്. അതിനെ സ്നേഹം എന്നാണ് പറയുക. അതാ പൗലോസ് പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്വർഗത്തിലേക്ക് എത്തുന്നതിന് നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകം വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. അപ്പൊ വിശ്വാസവും പ്രത്യാശയും നമുക്കതിന്റെ ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് നമുക്ക് എടുക്കാം. അവകൾ അവിടെ എത്തുന്നതോടുകൂടി പിന്നെ തീരുന്നതിൽ ദോഷമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. എന്നാൽ സ്നേഹം അത് ഇവിടെ ക്രിസ്തുവിലാകുന്നതോടുകൂടി അതിന്റെ വർധനവ് ആരംഭിക്കുകയും അത് വർദ്ധിച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലും പിന്നെയും അത് വർദ്ധിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എഫെസോസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ തുടർമാനമായി വളർന്നുകൊണ്ടിരിക്കേണ്ടുന്ന സ്നേഹത്തിന് ഒരു ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഈ പരുവത്തിന് എടുക്കാൻ കഴിയില്ല. കാരണം പിന്നീട് ഇത് സ്നേഹം കുറയുന്നൊരു തലത്തിലേക്ക് മാറും. അതുകൊണ്ട് അത് കഴിയില്ല എന്നൊരു നിലയിലേക്കാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇനി വളരെ ശ്രദ്ധിക്കണം. സ്വർഗരാജ്യത്തിൽ നമുക്ക് ചെന്നെത്താൻ ഈ വിശ്വാസം കൂടിയേ തീരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ TPM കാണുന്ന ഒരു സിസ്റ്റം, ഒരു കെട്ടിടത്തിന് അവർ പറയുന്ന പേര് വിശ്വാസ വീട് എന്നാണ്, അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോം എന്നാണ്. എന്തുകൊണ്ട് ആ ഒരു വീടിന് ആ ഒരു പേര് വന്നു? അവിടെ തൊട്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. എന്താണ് ഞാൻ അവിടെ സംസാരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ആ ഭവനത്തിന് വിശ്വാസ ഭവനം എന്ന പേര് വരാനുള്ള കാരണം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 3 കോണ്ടെക്സ്റ്റിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഹബക്കുക്ക് പ്രവാചകന്റെ പദപ്രയോഗം ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ പഴയ നിയമത്തിൽ ഹബക്കുക്ക് പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം പുതിയ നിയമത്തിൽ 3 ഇടങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, 3 ഇടങ്ങൾ. അത് 3 കോണ്ടെക്സ്റ്റ് ആണ്. 4മതൊരു കോണ്ടെക്സ്റ്റ് TPM ഉദ്ധരിക്കുന്ന ഈ വ്യാഖ്യാനമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
ഈ പറയുന്ന പദപ്രയോഗങ്ങൾ ചേർച്ചയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത്. ഇതിൽ ശരിക്കും എന്താണ് ഇവരുടെ വിശ്വാസ പിഴവ് എന്നുള്ളത് വളരെ സൂക്ഷിച്ച് വീക്ഷിച്ചാലേ മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. സൂക്ഷിച്ചും നിരീക്ഷിച്ചില്ലെങ്കിൽ ഇത് മനസ്സിലാകാതിരുന്ന കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. ആ കുഴപ്പം നിങ്ങൾക്ക് 2-3 ക്ലാസ്സുകൾ അങ്ങോട്ട് കടക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിന്റെ വിശദീകരണം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തീരെ കുരു പൊട്ടുന്നവരൊന്നും നിങ്ങൾ ഇത് കേൾക്കാൻ നിൽക്കണ്ട, കാരണം ഇത് നിങ്ങൾക്കുള്ളതല്ല. TPM-കാർ ആരും ഇത് കേൾക്കാൻ വേണ്ടി മെനക്കെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല, അതുകൊണ്ട് നിങ്ങൾ അതിന് മെനക്കെടണ്ട. TPM-കാർ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാര് അവരുടെ കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കുക. നമ്മൾ കാത്തലിക്സിന് വേണ്ടിയും ജാക്കോബൈറ്റ്സിന് വേണ്ടിയും CSI-കാർക്ക് വേണ്ടിയും മർത്തോമക്കാർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും ഇസ്ലാമികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് പോലെ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്ന് പറയുകയും വെറുതെ വന്ന് തെറി വിളിക്കുകയും ചെയ്തു. ഈ വിളിക്കുന്ന കേൾക്കുമ്പം തന്നെ ഈ വർഗത്തിന്റെ നിലവാരം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് പറയുകയാണ് അവര്. ചിലർ ഫോൺ വിളിച്ച് പറയുക, ഇയാളെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. നിങ്ങൾ വെറുതെ മെനക്കേടിന് വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നിരീക്ഷിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഒറിജിനൽ നോട്ടിന് ഏറെ സാമ്യമുള്ളതായിരിക്കും എപ്പോഴും കള്ളനോട്ട്. ഈ കള്ളനോട്ട് തിരിച്ചറിയാൻ ഒരു പ്രത്യേക മികവും സഹിഷ്ണുതയും ആവശ്യമാണ്. എനിക്ക് കള്ളനോട്ട് കണ്ടാൽ അറിയില്ല കേട്ടോ. പണ്ട് 1000-ന്റെയും 500-ന്റെയൊക്കെ പണ്ടത്തെ നോട്ട് എനിക്ക് അറിയായിരുന്നു. ഇപ്പോഴത്തെ നോട്ട് ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ഇറ്റ്. 200-ന്റെ നോട്ടുണ്ട്, 100-ന്റെതുണ്ട്, 50-ന്റെതുണ്ട്, 500-ന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, 2000 ഉണ്ടായിരുന്നു, പിൻവലിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ നോട്ടുകൾ. അപ്പൊ ഇതെങ്ങനെയാണ് കള്ളനോട്ട് തിരിച്ചറിയുക? എനിക്കറിയില്ല. ഞാൻ കൂടുതലും ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാശ് കള്ളനോട്ട് വല്ല കയ്യിൽ വന്നാൽ എനിക്ക് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയും ഇല്ല. അത് തിരിച്ചറിയുക ഒരു പ്രത്യേക കഴിവാണ്. ഈ നോട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടു വരുന്ന ഒരു നോട്ടിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പോൾ കാത്തലിക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. വിഗ്രഹാരാധന പാടില്ലെന്ന് പറയുന്ന അവരുടെ ഫ്രണ്ടിൽ വിഗ്രഹം ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചീറ്റിംഗ് ആണ്. ഇസ്ലാമിനെ നമുക്ക് കണ്ടാൽ അവരുടെ ഫസ്റ്റ് ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാം, അവരുടെ സ്വർഗം കാണുമ്പോൾ നമുക്കറിയാം ഇത് കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. പക്ഷേ TPM-ന് ഒരു പ്രശ്നം, ഇവർ യഹോവ സാക്ഷിക്കാരെക്കാളും ബെറ്ററാണ്, ശബത്ത് മിഷനേക്കാളും ബെറ്ററാണ്, ബ്രദറിനേക്കാളും ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഈ എല്ലാത്തെക്കാളും ബെറ്റർ എന്ന് പറയുമ്പോഴും പെന്തക്കോസ്ത് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഇതൊരു വ്യാജനോട്ടായി നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഞാനത് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് എതിർപ്പുകളോ അതിന്റെ കാര്യങ്ങളോ നിങ്ങൾക്ക് പരാമർശിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ലോജിക്കായി സംസാരിക്കണം, അല്ലാതെ എന്തെങ്കിലും കയറി പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലാ 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 നിങ്ങൾ പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. പറയുന്ന കാര്യത്തെ കൃത്യമായി നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കണം. അല്ലാതെ തെറി വിളിക്കുന്നതോ എന്റെ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുന്നതോ അതൊക്കെ സഭയുടെ അല്ലെങ്കിൽ മഠത്തിലെ വിശ്വാസികളുടെ ഒരു മികവായിട്ട് മാത്രം കണ്ട് ഞാൻ തള്ളിക്കളയും. എനിക്ക് അതൊന്നും വിഷയമേ അല്ല. അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നോക്കം പോകത്തുമില്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ദയവായി ഈ കാര്യം ക്ലോസ് ആയി വാച്ച് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശരിക്കും ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ ഇത് മനസ്സിലാവൂ. കൊറോണയെ പോലെ അപകടകാരിയാണ്. എനിക്ക് തോന്നുന്നു ഈ വിശ്വാസം എന്ന ടോപ്പിക് തന്നെ ഒരു 2-3 ആയിട്ട് എനിക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. കാരണം ഒരു വിശാലമായ കാര്യമാണ്. അല്ലെങ്കിൽ 1 മണിക്കൂറിലധികം ഈ വീഡിയോ നീണ്ടേക്കാം. അപ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ ഒരു കാര്യം അതൊരു ആത്മീകമായ വീക്ഷണമാണ്. നമ്മളെല്ലാവരും ഏകന്റെ ലംഘനത്താൽ പാപികളായി മാറിയതാണ്. പാപികളായി മാറിയ മാനവകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കർത്താവ് ആദ്യം എടുത്ത സ്റ്റാൻഡ് ഒരു ന്യായപ്രമാണം സെറ്റ് ചെയ്തുകൊണ്ട് ജനത്തെ വിടുവിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ന്യായപ്രമാണത്തിലൂടെ ജനത്തെ വിടുവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. മനുഷ്യന് പാപബോധമുണ്ടാകുന്നു എങ്കിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ മനുഷ്യനുണ്ടായി. ആ ഘട്ടത്തിലാണ് ദൈവം തന്റെ ഏകജാതനെ മനുഷ്യ വേഷത്തിൽ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. അതങ്ങനെ പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപം നിമിത്തം പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ കർത്താവ് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കാൻ മുഴുമാനവകുലത്തിന്റെയും പാപത്തെ ജഡത്തിൽ പേറേണ്ടതിന്, മുഴുമാനവകുലത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന്
ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കാൻ തയ്യാറായി. അങ്ങനെ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് എന്നും, ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നും, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്റെ നീതീകരണത്തിനാണ് എന്നും, ക്രിസ്തു വീണ്ടും വരുന്നത് എന്റെ രക്ഷയ്ക്കാണ് എന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നവർക്കു വേണ്ടി കർത്താവ് വീണ്ടും വരാൻ പോവുകയാണ്. അതാണ് റോമർക്കെഴുതിയ ലേഖനം ഏറെക്കുറെ എല്ലാ ഭാഗവും ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെയും വിശ്വാസത്താലുള്ള രക്ഷയെയും ഒക്കെ വളരെ ഹൈലൈറ്റ് ചെയ്ത് വളരെ സ്ട്രൈറ്റ് ആയി പൗലോസ് സംസാരിക്കുകയാണ്. അതിനെ നിങ്ങൾ ആ നിലയിൽ തന്നെ തിരിച്ചറിയണം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഉയർത്തത് നമ്മുടെ നീതീകരണത്തിനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 5-ാം അധ്യായത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഈ ചാപ്റ്ററൈസേഷനൊക്കെ പിന്നീടാണ് വന്നതെന്നറിയാമല്ലോ, അടുത്ത വാക്യത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് അവൻ മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നിരപ്പുണ്ട്. We reconciled with God through faith in Jesus Christ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം. അടുത്ത പദപ്രയോഗം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പൊ നാം നിൽക്കുന്ന ഈ കൃപ, ഏത് കൃപ? നാം നിൽക്കുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടെത്തിയിരിക്കുന്ന ഈ അവസ്ഥ, ദൈവവുമായും നിരപ്പ് ലഭ്യമായ ഈ അവസ്ഥ. വളരെ ശ്രദ്ധിച്ച് തിരിച്ചറിയണം. ഏദനിൽ ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മടക്കി ലഭ്യമായ ഈ അവസ്ഥ, ഈ കൃപ, ഈ അവസ്ഥയിലേക്ക് നമ്മൾ വന്നെത്തിയത് കർത്താവിലുള്ള വിശ്വാസത്താലാണ്. അപ്പൊ ഇതാണ് വിശ്വാസം എന്ന പദത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആരാ? ഞാൻ നീതിമാനാണ്. കാരണം എന്റെ പാപങ്ങളെ കർത്താവ് എഴുതി തള്ളിയിരിക്കുന്നു, എന്റെ ശിക്ഷാവിധിയെ കർത്താവ് ചുമന്ന് മാറ്റിയിരിക്കുന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടി ഞാൻ നീതിമാനായി മാറി. ദെൻ അവിടം മുതൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് നമ്മൾ ഇനി വരികയാണ്. ഈ അവസ്ഥ ഉപദേശിക്ക് മാത്രമുള്ളതാണോ, ശുശ്രൂഷകർക്ക് മാത്രമുള്ളതാണോ, അതോ എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണോ? അപ്പോ സഭയില് പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തിന് പാസ്റ്റനേജ് എന്ന് പറയുന്നതാണോ യോഗ്യത? വിശ്വാസ ഭവനം, ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നതാണോ യോഗ്യത? ഫെയ്ത്ത് ഹോം എന്ന പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പദം വിശ്വാസിയുടെ വീടിന് ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടോ? ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ സംസാരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് വലിയ സീരിയസ് മാറ്റർ ഇല്ലെന്ന് തോന്നും. നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എവിടാണ് വിശ്വാസം കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത്, അവിടെ അല്ല ഇവർ വിശ്വാസം കൊണ്ട് ലാൻഡ് ചെയ്യുന്നത്. അവിടം തൊട്ട് വിശ്വാസി ദൈവകൃപയിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ടിപിഎംകാരൻ സുന്ദരമായി തെറി വിളിക്കാൻ മടിക്കാത്തത്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ടിപിഎംകാരുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ വചനം സംസാരിച്ചു നോക്കൂ, അവർക്കൊരു ചുക്കും അറിയില്ല. യഹോവ സാക്ഷികളുമായി നിങ്ങൾ സംസാരിച്ചു നോക്കൂ, അവര് പഠിച്ച ദുരുപദേശം വെച്ച് നഖശിഖാന്തം എതിർക്കും. അവർ വാക്യങ്ങൾ തന്നെ കഴിയുന്നിടത്തോളം പറയാൻ ശ്രമിക്കും. നിങ്ങൾ ബ്രദറിനോട് സംസാരിച്ചു നോക്കൂ, അവരും വാക്യം തന്നെ പറയും. നിങ്ങൾ സെവൻത് ഡേയോട് സംസാരിച്ചു നോക്കൂ, അവരും വാക്യങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കും. പക്ഷെ ഇവര് പറയുന്നത് വിശുദ്ധന്മാർ, വേർപെട്ടവർ, അപ്പോസ്തലന്മാർ, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നല്ലാതെ അടിസ്ഥാനപരമായ വിശ്വാസത്തോട് ബന്ധപ്പെട്ടൊരു വാക്യവും ഇവർക്ക് ഉദ്ധരിക്കാൻ ആവില്ല. കാരണം ഇവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെ. ഇവർ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ, ഞങ്ങളുടെ ശുശ്രൂഷകന്മാരാരും വർത്തമാനം പറയാൻ വരില്ല. എന്താ വരാത്തത്? എന്താണ് അവരുടെ വിശ്വാസം എന്ന് വചനാടിസ്ഥാനം തെളിയിക്കാൻ അവർക്കാവില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ നിന്ന് മുൻപിലേക്ക് കടക്കാം.
ഈ വിശ്വാസ വീട് അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോം എന്ന പേര് നമ്മുടെ വീടുകൾക്ക് ഇട്ടൂടെ? സാധാരണ വിശ്വാസികളുടെ വീടുകൾക്ക് ഇടാൻ കഴിയില്ലേ? എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികൾ ഈ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരല്ലേ? അപ്പോൾ എല്ലാവരും വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരാണെങ്കിൽ, പിന്നെ അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ വീടുകൾക്ക് വിശ്വാസ വീടെന്ന് പേരിട്ടുകൂടാ? അത് വിശ്വാസിയുടെ വീടും ഇത് വിശ്വാസ ഭവനവും. ഇനി ഇതിലെ പിശക് ആരംഭിക്കുന്നത് എവിടെ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു TPM കാരനാണെങ്കിൽ, TPM വിശ്വാസിയാണെന്നിരിക്കട്ടെ, പണ്ടത്തെ കാര്യം പറയാം, ഞാൻ 18 വയസ്സിന് മുമ്പുള്ള കാര്യം, ഞാൻ TPMലെ വിശ്വാസിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവരുടെ ക്യാമ്പിനൊക്കെ പോയപ്പോ ഒരു ഭൂതോദയം വന്നു, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ പറഞ്ഞ് ഇളക്കി. ഇതിലെ സുവിശേഷ വേലയ്ക്ക് പോയാൽ ഒരുപാട് നന്മകളുണ്ടാവും. നിങ്ങൾ അറിയണം, അതിനകത്ത് ജനിച്ചു വളർന്ന ആ സുവിശേഷകരെ മാത്രം കണ്ടിരിക്കുന്ന പിള്ളേർക്ക് വചനവുമായിട്ടോ പുറത്തുള്ള സഭകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവർ വിചാരിക്കുന്നത് അവരുടെ മുമ്പിൽ ഇരിക്കുന്ന ഇവരാണ് ഭയങ്കര സംഭവം എന്നാണ്. കാലം ഇപ്പോൾ AI ആയി എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഇപ്പൊ ഇവരൊക്കെ ആൾക്കാർ അത്ര അങ്ങോട്ട് പിടിച്ചിടാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ അവിടുത്തെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും മാത്രം കണ്ട് അവരുടെ വെള്ള വസ്ത്രവും ആ ഒരു സെറ്റപ്പ് മാത്രം കണ്ടു വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നേരെ ക്യാമ്പിന് കൊണ്ടിട്ട് കയ്യൊക്കെ അടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി ഒരിതാക്കിയതിനു ശേഷം നിങ്ങൾക്ക് സിയോനിൽ പോകാൻ കഴിയും, പക്ഷേ വിവാഹം കഴിക്കാതിരുന്നാൽ മാത്രം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അവര് തീരുമാനിക്കുകയാണ് സുവിശേഷ വലിക്കുവാൻ. ആ ഒരു രക്തത്തിളപ്പിൽ അവർ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ അവര് തീരുമാനിച്ചു സുവിശേഷ വലിക്ക് പോവാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ഉപദേശിയായിട്ട് ചെല്ലുക. ഞാൻ നേരെ ചെല്ലുമ്പോൾ ഇവർ എന്നെ കൊണ്ട് താമസിപ്പിക്കുന്നത് വിശ്വാസ വീടിലാണ്. മനസ്സിലാണ്ടോ? ഞാൻ ചെല്ലുന്നത് സെന്റർ ഫെയ്ത്ത് ഹോമിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അടുത്ത ചർച്ചിലേക്ക് നമ്മളെ കൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു ചർച്ചിൽ എന്നെ പാസ്റ്ററായിട്ട് കൊണ്ടാക്കും. അപ്പൊ ഞാൻ ഇവിടെ പാസ്റ്ററാണ്. അവിടെ എന്നെക്കാൾ മുതിർന്ന ഒരു മദർ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ കൂടുതൽ വർഷം എക്സ്പീരിയൻസ് ഒരു മദർ ഉണ്ടാവും. ഒരു പാട്ടുകാരി, അതും ഏറെക്കുറെ ആദ്യമായിട്ട് ചെല്ലുന്ന ആളിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. അടുത്ത 2 സഹോദരിമാർ, അത് ചിലപ്പോൾ ഇയാൾ ഇറങ്ങിയ കാലത്തിൽ ഇറങ്ങിയതോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയതോ ഒക്കെ ആയിരിക്കും. ഏതായാലും ഒരു 4 ഗ്രൂപ്പിൽപ്പെട്ട 4 സഹോദരിമാരും ഈ പുരുഷനുമായി ഈ വിശ്വാസ ഭവനത്തിൽ പാർക്കുക. ഇനി നിങ്ങൾ അറിയണം, ഇവരെല്ലാവരും എല്ലാം വിട്ടതും വിറ്റതുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ഇവര് TPMലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുന്ന സമയം ഇവരെല്ലാം വിട്ടതുകൊണ്ട് ബന്ധുക്കൾ ഇതെല്ലാം വിറ്റ് ചർച്ചിന് കൊടുക്കും. ഇതാണ് ചർച്ചിന്റെ അസറ്റ് വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതാണ് ഇവർ വിട്ടു എന്ന് പറയുന്നത്. ഒന്നും വിട്ടതല്ല, വാരിക്കൊണ്ട് കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരിങ്ങനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ആക്കി കളഞ്ഞാണ്. അതിന്റെ വഴിക്ക് പോട്ടെ. ഈ ടോപ്പിക്കൊക്കെ പിന്നീട് ഞാൻ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതൊന്നും തൊടാത്തത്. ഇപ്പൊ നമ്മുടെ വിശ്വാസ ഭവനം, വിശ്വാസം, അതാണ് നമ്മുടെ ടോപ്പ്. അപ്പോ ഞാൻ ഇതില് ഉപദേശിയായിട്ട് വരിക. എന്റെ എല്ലാ വസ്തുക്കളും വിറ്റ് തീർത്തിട്ടുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം ഞാൻ വിട്ടിട്ടുണ്ട്. ആരും വിളിക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നെ ഇപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ പോകട്ടെ. അപ്പോൾ ഞാൻ എല്ലാം വിട്ടു, എല്ലാം വിറ്റു. ഇവര് കൊടുത്ത നീളം മുണ്ടൊക്കെ കൊടുത്ത് ജുബായൊക്കെ ഇട്ട് ഞാൻ ഇങ്ങോട്ട് കയറുകയാണ്. എന്റെ വിശ്വാസം എന്താണ്? ഫെയ്ത്ത് ഹോമിൽ താമസിക്കുന്ന എന്റെ വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടും നീതിമാനായ ഞാൻ നിത്യതയിലേക്കുള്ള യാത്ര എന്നുള്ളതല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്റെ ഭൗതിക വിഷയങ്ങൾ ദൈവം നടത്തിത്തരും. അതാണ് വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം. ചില ആൾക്കാര് കൺവെൻഷൻ നടത്തുമ്പോൾ, ഞങ്ങളെയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്, കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോ ഇവര് പറയുന്ന ഒരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇവര് അനൗൺസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്തോത്രക്കാഴ്ച എടുക്കാൻ വേണ്ടി ഇവര് സൂത്രത്തിൽ അനൗൺസ് ചെയ്യും. ഇവർ അനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നത്, ഞങ്ങൾ വിശ്വാസത്താലാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ സഹകരിക്കണം. എന്താണ് വിശ്വാസം? 1, നിങ്ങൾ എല്ലാവരും ഈ കൺവെൻഷനിൽ വരുമെന്നും, 2, നിങ്ങൾ ശരിക്കും പൈസ സ്തോത്രക്കാഴ്ചയായി ഇടുമെന്നും ഉള്ള വിശ്വാസത്താലാണ് ഞാൻ ഇത് നടത്തുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അല്ല, കർത്താവ് നടത്തുമെന്നുള്ള വിശ്വാസത്താലാണ് ഇവര് നടത്തുന്നതെങ്കിൽ ഇവര് സ്തോത്രക്കാഴ്ച എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായും TPMകാർ ഇപ്പൊ ചാടിക്കയറി പറയടാ, ഞങ്ങളുടെ കൺവെൻഷൻ സ്തോത്രക്കാഴ്ച എടുക്കാതെയാണ് നടക്കുന്നത്, അവിടുത്തെ സിസ്റ്റം വേറെയാണ്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സഭകളിൽ എല്ലാ കാര്യത്തിനും ഒരു വരി എഴുതിയാണ് എടുക്കുന്നത്. കാരണം അതൊരു ജനാധിപത്യ രീതിയാണ്. TPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൾക്കാരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവിടെ ആൾക്കാർ 100 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആൾക്കാർ കൊടുക്കുന്നത് 1000ഉം 10000ഉമാണ്.
TPM കൺവെൻഷൻ പണ്ട് നടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. തിരുവനന്തപുരം കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാ ചർച്ചകളിലും അനൗൺസ് ചെയ്യും, ചേന, ചേമ്പ്, കപ്പ, പിന്നെ എന്തൊക്കെ സാധനമുണ്ടോ മുഴുവൻ സാധനവും, നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും നിങ്ങൾ ഫെയ്ത്ത് ഹോമിൽ എത്തിക്കണം. എന്നിട്ട് ഇന്ന ദിവസം സെന്ററിൽ നിന്ന് ഫെയ്ത്ത് ഹോമിൽ ലോറി എത്തും, ഇത്രയും സാധനങ്ങൾ അതിൽ ലോഡ് ചെയ്ത് സെന്ററിൽ കൊണ്ടിറക്കും. ഇതാണ് അവിടുത്തെ വിശ്വാസം. ഇങ്ങനെ ചുമട് കയറ്റാനും കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ഓടിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ടും അറിയാം. അല്ലാതെ അവിടെ വേറെ വിശ്വാസമൊന്നുമില്ല. പിന്നെ ഈ ചെല്ലുന്ന ആൾക്കാര് നല്ല മടക്കാണ് ഉപദേശിയുടെ കയ്യിൽ കൊടുക്കുന്നത്. അത് കൊച്ച മടക്കൊന്നുമല്ല, വലിയ മടക്ക്. ഇതും എന്റെ വീട്ടുകാർ കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മറ്റൊരു ചർച്ചിലും നമുക്ക് ആ പരിപാടി കാണാൻ പറ്റില്ല. ആരും ചേമ്പും കൊടുക്കില്ല, ചേനയും കൊടുക്കുകയില്ല, പൈസയും കൊടുക്കുകയില്ല. ഇവരെ കഴുത്തിന് പിടിച്ച് ഞെക്കിയാല് ഇവര് 1000-2000 രൂപ കൊടുക്കത്തുള്ളൂ, എങ്കിലേ കൺവെൻഷൻ നടന്നു പോകത്തുള്ളൂ. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വിട്ടേക്കാം. അപ്പോ ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ ആയിരിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു എന്നെ നീതിമാനാക്കി, ആ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആശ്രയത്താൽ ഞാൻ മുൻപിലേക്ക് ജീവിച്ച് നിത്യതയ്ക്ക് എത്തണം. വളരെ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ട്രാക്കിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് നിത്യതയ്ക്ക് എത്തുക. പക്ഷേ ഈ വിശ്വാസ ഭവനത്തിലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിട്ടിട്ട് വന്നു, എല്ലാം വിറ്റിട്ട് വന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു. ഇനി ഞങ്ങളെല്ലാ ഭൗതിക കാര്യങ്ങൾ നടത്തുന്നത് ദൈവമാണ്. ഇതാണ് അവരുടെ വിശ്വാസം. ആ ഭൗതിക കാര്യങ്ങൾ ഒരുപാട് കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആഹാര കാര്യങ്ങൾ തന്നെയാണ്. കഷ്ടപ്പാടുകളുടെ കഥകളും വിവരങ്ങളും ഒക്കെ ഇവര് പണ്ടത്തേത് പറയാറുണ്ട്. പണ്ട് ഏത് സംഘടനയാ തുടങ്ങിയപ്പോ കഷ്ടതയില്ലാതെ തുടങ്ങിയത്? കമ്മ്യൂണിസം തുടങ്ങിയിട്ടുണ്ടോ കഷ്ടതയില്ലാതെ? ലോകത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു മതവിഭാഗം കഷ്ടതയില്ലാതെ ആരംഭിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിടത്തുമില്ല. അതുപോലെ തന്നെയാണ് TPM എന്ന് പറയുന്നതും. കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. എല്ലാ പ്രസ്ഥാനത്തിനും ഈ സാധനമുണ്ട് സുഹൃത്തെ. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ കഷ്ടത മാറും. അതുകൊണ്ട് ഇത് ആത്മീകമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങള് സമയം കളയരുത്. ഹമാസ് കഷ്ടതയില്ലാതെ തുടങ്ങിയതാണോ? ഇന്ന് അവർക്ക് കഷ്ടതയില്ലേ? ഇപ്പോഴവരുടെ എത്രയോ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് കഷ്ടതപ്പെട്ടതല്ലേ? അത് ദൈവികമായതാണോ? അല്ല. ISIS ഓ താലിബാനോ കേരളത്തിലെ PFI ഓ ഇതെല്ലാം അങ്ങനെ തന്നെയല്ലേ? അപ്പൊ കഷ്ടത, പ്രയാസം, ബുദ്ധിമുട്ട് ഇതൊക്കെ എല്ലാ സംഘടനയ്ക്കും ഉള്ളത് തന്നെ. അതുകൊണ്ട് ഇത് ആത്മീകമാണെന്ന് വ്യാഖ്യാനിക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട. വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ വിശ്വാസത്തോടനുബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാര കാര്യങ്ങൾ ദൈവം നടത്തുമെന്ന വിശ്വാസം. എന്റെ ചോദ്യം, ഈ വിശ്വാസത്തിലല്ലേ വിശ്വാസിയും ജീവിക്കുന്നത്? അല്ലേ? അല്ല, ഉപദേശിക്കും അവിടെയുള്ള സഹോദരിമാർക്കും മാത്രം വിശ്വാസത്താൽ ദൈവം കൊടുക്കും, വിശ്വാസിക്ക് വേറെ ഏതെങ്കിലും വഴി കൂടാണ് കിട്ടുന്നത്? എന്റെ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. അപ്പോ വിശ്വാസ ഭവനം, ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഭവനം അത് തന്നെ അല്ലേ? അതോ ഉപദേശിയുടേത് മാത്രം അങ്ങനെയാണോ? ഇനി വിശ്വാസിയുടെ നിങ്ങൾ ചോദിച്ചു നോക്കിയേ, അവർ പറയും ഞങ്ങൾ പണിയെടുത്താണ് ജീവിക്കുന്നത്. ഉപദേശിയും ആന്റിമാരും വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എന്ത് വിശ്വാസത്താൽ? നിങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങൾ സ്വന്തമായി ആർജിച്ചെടുത്ത ആരോഗ്യത്തിലാണോ? നിങ്ങൾ ജീവിക്കുന്നത് ദൈവകൃപയാൽ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മികവിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ ഉപദേശിയും ആന്റിമാരും മാത്രമാണോ ഇത് വിശ്വാസത്താൽ ജീവിക്കുന്നത്? അടിസ്ഥാനം പിടികിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല കേട്ടോ. അപ്പൊ ഇവരുടെ വിശ്വാസികൾക്കും വിചാരം ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധന്മാർ അവർ പണിയെടുക്കുന്നില്ല, അവര് വിശ്വാസത്താൽ ജീവിക്കുന്നു. എന്ത് വിശ്വാസം? ആ വിശ്വാസത്തിന്റെ ബേസ് മാറുന്നുണ്ടോ? അടിസ്ഥാനം മാറുന്നുണ്ടോ? 2, ഇവരടുത്ത് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ രോഗസൗഖ്യം കർത്താവ് തരും. ആദ്യത്തത് നിങ്ങൾക്ക് അത്ര പാകപ്പിഴയായി തോന്നിയില്ലെങ്കിലും രണ്ടാമത്തത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അല്പം മനസ്സിലാവും. രോഗസൗഖ്യം കർത്താവ് തരും. രോഗസൗഖ്യം കർത്താവ് തരും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിയിട്ടാണ് ഇവർ മരുന്ന് ഉപയോഗിക്കാത്തത്. അപ്പോൾ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇവർ വിശ്വാസത്താൽ നിലനിൽക്കുമ്പോൾ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ കൃത്യം ദശാംശം ഇടും. TPMന്റെ ഒരു പ്രത്യേകത, അവരെന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ദശാംശം പക്കേ. കാരണം ഇവരെ
ഇവരുടെ വിശ്വാസികൾ കാണുന്നത് ദൈവദൂതരായിട്ടാണ്, ചിലപ്പോഴെങ്കിലും ദൈവങ്ങളായിട്ട് തന്നെ. ഈ കാത്തലിക്സിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവരുടെ ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ഉപദേശിമാരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് മരിച്ച ശേഷമാണ്. TPM-ന്റെ പ്രത്യേകത ജീവനോടിരിക്കുമ്പം വിശുദ്ധന്മാരാക്കി പ്രഖ്യാപിക്കുകയാണ്. കാത്തലിക്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് മരണത്തിന് ശേഷമേ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കൂ. അതിനുശേഷമാണ് അവരെ കുറിച്ചുള്ള സ്തുതിപ്പാട്ടുകൾ ഇവർ ഉണ്ടാക്കി പാടാൻ തുടങ്ങുന്നത്. TPM അങ്ങനല്ല. TPM-ൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള സ്തുതിപ്പാട്ടുകൾ ഉണ്ടാക്കും. ആ പാട്ടുകൾ ആന്റിമാര് പാടിക്കൊടുക്കും, ഈ വിശ്വാസികൾ ചേർന്ന് പാടും. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോ അതിനകത്ത് ഞാൻ ഇട്ടിരുന്നു, അല്ലെ? സിയോൻ മലയിൽ നിൽക്കുന്ന കുഞ്ഞാടിന്റെ കൂടെ നിൽക്കുന്ന വിശുദ്ധരായ നിഷ്കളങ്കരാണിവർ. പാടുന്നവരാ? അവർ തന്നെയാണ് പാടുന്നത്. അവർ തന്നെ അവരെ കുറിച്ച് പൊക്കി പാടുകയാണ്. എന്ത് പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത് തന്നെ ഇവര് വിശ്വാസി പാടിക്കൊടുക്കുക. കാരണം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് ശുശ്രൂഷകർ കൂടിയ സാധനമാണ്. അവർ താമസിക്കുന്നത് ഫെയ്ത്തോമിലാണ്. അവർ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം ജീവിക്കുന്നത് അവര് ചുമ്മാ കണ്ടു. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ഒരു സ്വർഗത്തിൽ പോകത്തില്ല. ഇവര് പോയി എന്ന് പറഞ്ഞാൽ വിശ്വാസി പോയി പാടുപെട്ട് പണിയെടുത്ത് അതിന്റെ 10-1 കൊണ്ട് ഉപദേശിക്ക് കൊടുക്കുമ്പോൾ ഉപദേശി വിശ്വാസത്താൽ ജീവിക്കും. എന്നിട്ട് അയാൾ സിയോനിൽ പോവും. കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയാൾക്ക് കൊണ്ട് പൈസ കൊടുത്ത ഇവൻ പുതിയ ഭൂമിയിൽ പോവും. ഇതെവിടെ നിന്ന് വന്നതാണ്? ഇതാണ് ഇവരുടെ രീതി. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഇതിന്റെ ആ ഗുഡൻസ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ വിശ്വാസ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇവരുടെ ആഹാര കാര്യത്തിൽ ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാം വിട്ടും വിറ്റും വന്നു. ഇപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം എല്ലാം കൊടുക്കുന്നു, ഇവർ കഴിക്കുന്നു. ഇതാണ് സെറ്റപ്പ്. വാസ്തവത്തിൽ ഇവർക്ക് എല്ലാ സിസ്റ്റവും ഉണ്ട്. ഇവർ മുഴുവൻ ഇവരുടെ സ്വത്തുക്കൾ ഇവർ വിറ്റ് സഭയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ പാസ്റ്റർ ആൽവിനൊക്കെ മുഴുവൻ വിറ്റ് കൊടുക്കുന്നതോട് കൂടിയാണ് സഭയ്ക്ക് കാശ് ഉണ്ടായി തുടങ്ങിയത്. പിന്നീടാണ് ഇവർ ഈ സിസ്റ്റം വെച്ചത്. ഇതിലേക്ക് ആരിറങ്ങുന്നുണ്ടോ അവരെല്ലാവരും അവരുടെ മുഴുവൻ സ്വത്ത് വിറ്റ് ഇതിനകത്തേക്ക് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളെല്ലാം കർത്താവിന് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രസ്ഥാനം വളരുന്നു. പിന്നെ ഇവർക്ക് വല്ല കഴിക്കേണ്ടത് കൊടുത്താൽ മതിയല്ലോ, നക്കാപ്പിച്ച വല്ലതും മതി. മറ്റത് ഇപ്പൊ ഞാൻ അന്ന് 17-18 വയസ്സിലൊക്കെ ഞാൻ ഇറങ്ങാൻ നിന്ന സമയത്ത് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്റെ സ്വത്ത് തിരക്കേടില്ലാത്ത പൈസക്ക് സ്വത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വിറ്റ് പറക്കി ഇതിൽ കൊടുത്തേച്ചും പോകണം. ഞാനൊരു 30-35 വയസ്സിനകത്ത് ഞാൻ ചത്തുപോയേനെ. അത്രയും ദിവസം എനിക്ക് കഴിക്കാൻ എന്തോ വേണം, അത്രയ്ക്ക് എത്ര സാധനമല്ലേ വേണം. പിന്നെ ഒരു പെട്ടി 1000-2000 രൂപയ്ക്കുള്ള ഒരു ശവപ്പെട്ടി, ഇത്രയും തന്നെ മതി. ബാക്കി സ്വത്ത് സഭയ്ക്കായി. ആര് വിശ്വാസത്താൽ മരിച്ചു? പാവം ഞാൻ വിശ്വാസത്താൽ മരിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ വെച്ച് നല്ലൊരു വീടും വെച്ച് നല്ലൊരു കാറും മേടിച്ച് നല്ലതായിട്ട് കല്യാണവും കഴിച്ച് മാന്യമായി ജീവിച്ച് കർത്താവിനെ സേവിച്ച് നിത്യതയ്ക്ക് എത്തേണ്ടുന്ന ഞാൻ ഈ സാധനം മുഴുവൻ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എഴുതി കൊടുത്തിട്ട് ഞാൻ വിശ്വാസത്താൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തരുന്ന ആരാ? വിശ്വാസി എനിക്ക് തരും. അത് മേടിച്ച് തിന്നുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം, ഇതല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതത്തിന് ഇപ്പറഞ്ഞ കഥയുമായി യാതൊരു ബന്ധവുമില്ല. ഫെയ്ത്തോം എന്നും പറഞ്ഞ് അതിനകത്ത് താമസിച്ച് ജനത്തെ കബളിപ്പിക്കുന്ന ഈ ഇടപാട് വചനവിരുദ്ധമാണെന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ഇനി ഞാൻ ഒരു പുസ്തകത്തിന്റെ കുറച്ച് വരികൾ കൂടി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പാസ്റ്റർ TG ഉമ്മൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ ഒരല്പഭാഗമാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു രീതി പിടികിട്ടും. വിശ്വാസ ജീവിതം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 10-38 വാക്യം. ഈ ദൈവവചനം സംബന്ധിച്ച് TPM-കാരുടെ വിശ്വാസം എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് ആ വീടിന് വിശ്വാസ വീട്, ഫെയ്ത്ത് ഹോം എന്ന് നാമകരണം ചെയ്യുന്നു. എന്നിട്ട് സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെയുള്ള ചില സുവിശേഷകർ അതിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥനയാൽ തങ്ങളുടെ ബാഹ്യമായ ആവശ്യങ്ങൾ നിറവേറ്റി അങ്ങനെയുള്ളവർ ജീവിക്കുന്നു. അതാണ് വിശ്വാസ ജീവിതമെന്ന് അവർ പഠിപ്പിച്ചു പോരുകയും ചെയ്യുന്നു. അതായത് ഭൂമിയിൽ യാതൊരു സ്വത്തുമില്ലാതെയും കൈകൊണ്ട് വേല ചെയ്യാതെയും പ്രാർത്ഥനയാൽ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റുക എന്ന പദ്ധതി. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുക എന്നതിന്റെ തിരുവഴുത്തിലെ അർത്ഥം എന്താണ്? ഹബക്കുക്ക് 2-ാം അധ്യായം 4-ാം വാക്യത്തിലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന പ്രവചനവാക്യം പുതിയ നിയമത്തിൽ 3 എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അത് അവർ പറയുന്ന അർത്ഥത്തിൽ അല്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വചന വ്യാഖ്യാനത്തിലേക്ക് പിന്നീട് വരുന്നതേ ഉള്ളൂ. കാരണം
ഈ മെയിൻ ആയിട്ടുള്ള നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ പ്രധാനപ്പെട്ട വാക്യം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അതിനെ തന്നെ അവർ തെറ്റിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് അവരുടെ ദുരുപദേശം ആരംഭിക്കുകയാണ്. അവരൊരു വീടെടുത്തിട്ട് അവരുടെ ആൾക്കാർ മുഴുവൻ വിറ്റ് സംഘടനയ്ക്ക് കൊടുത്തിട്ട് അതിൽ ചെന്ന് താമസിച്ചിട്ട് ഭൗതിക കാര്യങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരേടാകൂടം. ഇത് സംഭവിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്നത് ഉപദേശിയോ ആന്റിമാരോ മാത്രമല്ല, വിശ്വാസികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇവരെല്ലാം വിറ്റും വിട്ടും ഇങ്ങനൊരു ഹാളിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീടിൽ താമസിച്ചുകൊണ്ട് ഇവർ ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതമെന്നും ഇവർ ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതമെന്നും തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ വിശുദ്ധ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും വിശ്വാസികളിൽ നിന്നും മറച്ച് വിശ്വാസികൾ മറ്റൊരു ട്രാക്കിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വാസ്തവത്തിൽ സുവിശേഷ വേലക്കാരും വിശ്വാസികളും എല്ലാവരും പോകുന്നത് ഒരേ ട്രാക്കിൽ തന്നെയാണ്. നീതീകരണം ഒരേ വിശ്വാസത്തിൽ തന്നെയാണ്. വിശുദ്ധ ജീവിതം ഒരേ വിശ്വാസത്തിൽ തന്നെയാണ്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഡെവലപ്മെന്റ് ഒരേ ഇതിൽ തന്നെയാണ്. അവർ ചെന്നെത്തുന്നത് ഒരേ സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മടക്കാര് വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്നത് വിശ്വാസ ഭവനത്തിൽ ഫെയ്ത്ത് ഹോമിൽ താമസിക്കുന്നവർ സിയോനിലെത്തുമെന്നും ബാക്കി വീടുകളിൽ താമസിക്കുന്നവർ പുതിയ ഭൂമിയിൽ നോക്കാമെന്നുമാണ് ഇവരുടെ വ്യാഖ്യാനം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഫെയ്ത്ത് ഹോം അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വാക്യത്തിന്റെ തെറ്റായ വ്യാഖ്യാനവും അതുവഴി ക്രിസ്തുവിന് ഉറപ്പിക്കേണ്ട ജനത്തെ വേറെ ഏതോ പുറംപറമ്പിൽ കൊണ്ട് ഉറപ്പിക്കുകയും അതുവഴി അവർ യാത്ര ചെയ്ത് പുതിയ ഭൂമി വരെ ആ റോഡ് ഉള്ളൂ എന്നും ഈ പാവം ജനത്തെ പഠിപ്പിച്ചുകൊണ്ട് നിത്യതയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ ഉപദേശങ്ങളെ തന്നെ വിള്ളലേൽപ്പിക്കുന്നതാണ് ഈ പഠിപ്പീരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇവർ ഫെയ്ത്ത് ഹോമിൽ താമസിക്കുന്നവരാണ് ശുശ്രൂഷകർ എന്നും വിശ്വാസികൾ ആരും സുവിശേഷ വേലയെ തൊടാൻ പോലും പാടില്ല എന്നും പഠിപ്പിക്കാൻ കാരണം. ദൈവമക്കളെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന് നമ്മളെ എല്ലാവരെയും കുറിച്ചാ പറഞ്ഞേ. അല്ലാതെ ഇതിനകത്ത് താമസിക്കുന്നവരെ കുറിച്ചല്ല. ഇതിൽ വളരെ ഗൗരവമായി നിങ്ങൾ കാര്യം തിരിച്ചറിയണം. ഇതിനകത്തൊരു വലിയ ചീറ്റിംഗ് പിശാച് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ സ്വത്തുവകകളും വിറ്റ് മാറ്റിക്കൊണ്ട് ഇവരെ ഇതിനകത്ത് കൊണ്ടിരുത്തി വിശ്വാസ ജീവിതം വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ നരകത്തിൽ കൊണ്ടുപോകാനും അവരാണ് ശുശ്രൂഷകർ, നമ്മൾ വെറുതെ പുറത്തുള്ളവരാണെന്ന തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഈ വിശ്വാസികളെ കൂട്ടത്തോടെ നരകത്തിൽ കൊണ്ടുപോകാനും ചെകുത്താൻ ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണ് ഈ വിശ്വാസം എന്ന അടിസ്ഥാന പദപ്രയോഗത്തിന്റെ തെറ്റായ വ്യാഖ്യാനം. ഇത് നിങ്ങൾ ഇവിടം മുതൽ മനസ്സിലാക്കി തുടങ്ങണം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഭൗതികതയിലെ ആഹാര വിഷയങ്ങൾ ദൈവം തരും എന്നുള്ള വിശ്വാസം ഇവരുടെ വിശുദ്ധന്മാർ സൂക്ഷിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന കഥയാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് ഫേസ് രോഗസൗഖ്യമാണ്. പിന്നെ അതിന്റെ അടുത്ത ഫേസസ് ഉണ്ട്. അത് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ വാക്യത്തിന്റെ ഒറിജിനൽ അർത്ഥം എന്താണ് എന്നതിലേക്കും നമ്മൾ കടക്കും. അപ്പോൾ ഇത് ഓരോ ഭാഗമായിട്ടേ പറഞ്ഞു വരാൻ നിവർത്തിയുള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലാകത്തക്ക രീതിയിൽ ഇത് പറയണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. കാരണം ഇത് കൊറോണ വൈറസ് പോലെ അത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രം ഇതിന്റെ പരുവക്കേട് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടുള്ള അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇത് അങ്ങനെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കൊറോണ വൈറസ് അത്രയും സൂക്ഷ്മജീവിയായിട്ട് പോലും അതിനെ അത്രയും സൂക്ഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് മരണമാണ്. അതുകൊണ്ടാണത് പറയണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിനെ വളരെ സൂക്ഷ്മമായി വിചിന്തനം ചെയ്യാനും പഠിക്കാനും ദൈവമക്കൾ തയ്യാറാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പിശാചിനോടുള്ളത് കൃത്യമായ വെല്ലുവിളിയാണിത്. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദൈവമക്കളും ഇതിൽ സഹകരിക്കണം. ഈ വചന പഠനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി നിൽക്കണം. കാരണം ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രത്തോടുള്ള നമ്മുടെ പോരാട്ടമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പാസ്റ്റർ ടി.ജി. ഉമ്മച്ചന്റെ പുസ്തകം കൂടി ഞാൻ ഈ ഭാഗത്തിൽ വായിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതും കൂടി നമ്മൾ പഠന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ വിശാലമായി അദ്ദേഹം ആ പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റു ചില റൈറ്റിംഗ്സും ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ലിറ്ററേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ബൈബിളിനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി ഈ ദുരുപദേശങ്ങളെ കൃത്യമായി വിലയിരുത്തുകയാണ് വേണ്ടത്. ആരോ ഒരാൾ കമന്റിൽ ഇട്ടിരിക്കുന്ന കണ്ടു, ഇയാൾ TPM-നെതിരെ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ ഒരുപോലെ ബാധിക്കും, അതുകൊണ്ട് ഇത് നിർത്തുന്നതാണ് നല്ലത്. ഒരിക്കലും ബാധിക്കത്തില്ല.
ഇതൊരു പഠനമാണ്. തിരുവചനത്തിനകത്തുള്ളതാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ, അനുഷ്ഠിക്കുന്നതെങ്കിൽ ആർക്കും നിങ്ങളെ മറിക്കാൻ പറ്റില്ല. ഉഡായിപ്പാണ് നടത്തുന്നതെങ്കിൽ അവകൾ മറിയുക തന്നെ വേണം, അവകൾ ഉപേക്ഷിക്കപ്പെടുക തന്നെ വേണം, അവകൾ നിരോധിക്കപ്പെടുക തന്നെ വേണം. തിരുവചനാടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമെന്ന് തിരുവചനവുമായി ഉരച്ചു നോക്കി ഉറപ്പുവരുത്തി തേജസ്സിലേക്ക് നടക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് സുഹൃത്തെ. ഭീരുക്കളാകാതിരിക്കുക. അയ്യോ, നമ്മുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് മുതലക്കണ്ണീരൊഴുക്കാൻ മെനക്കെടാതിരിക്കുക. ഇത് ചെളിവാരി എറിയലല്ല, ഇത് കൃത്യമായ പഠനമാണ്, കൃത്യമായ ഓപ്പറേഷനാണ്, നമ്മുടെ ശുദ്ധീകരണത്തിനുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് വചന പഠനത്തിന് തയ്യാറാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി വിശദീകരണവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.